ഹായ്, വെൽക്കം ടു എജു വേൾഡ്. സോ നമ്മളിന്ന് സോഷ്യോളജി സബ്ജക്റ്റിലെ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മാറിയ സിലബസിനനുസരിച്ച് ആഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്, സോ അതിൽ കൾച്ചർ, സോഷ്യലൈസേഷൻ, സോ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആദ്യം എന്താണ് സോഷ്യോളജി? നമുക്ക് സോഷ്യോളജിയെക്കുറിച്ചുള്ള കുറച്ച് കൺസെപ്റ്റും എങ്ങനെയാണ് സോഷ്യോളജി ഡിറൈവ് ചെയ്തത്, ഇനി അതാരാണ് ഈ ടേം കോയിൻ ചെയ്തത്, സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദ വേർഡ് സോഷ്യോളജി വാസ് കോയിൻഡ് ബൈ അഗസ്റ്റ് കോംറ്റ്, ഫ്രഞ്ച് ഫിലോസഫർ, ഇൻ 1839. ഹി ഈസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് സോഷ്യോളജി. സോ ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്നത് അഗസ്റ്റ് കോംറ്റിനെയാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ആദ്യമായിട്ട് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തത്. ഇനി സോഷ്യോളജി ഇസ് ദ യങ്ങസ്റ്റ് ഓഫ് ഓൾ ദ സോഷ്യൽ സയൻസ്. സോ സോഷ്യൽ സയൻസിന് പല ശാസ്ത്രശാഖയിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നൊരു ശാസ്ത്രശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ദ വേർഡ് സോഷ്യോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സൊസൈറ്റീസ്. സോ ലാറ്റിൻ വേർഡായിട്ടുള്ള സൊസൈറ്റീസ്, അതായത് വിച്ച് മീൻ സൊസൈറ്റി. സോ അതിൽ സൊസൈറ്റി എന്നാണ് അർത്ഥം. ആൻഡ് ഗ്രീക്ക് വേർഡ് ലോഗോസ്. സോ ഗ്രീക്ക് വേർഡായിട്ടുള്ള ലോഗോസ് ആണ്. സോ അതിൽ സയൻസ് അല്ലെങ്കിൽ സ്റ്റഡി ഓർ അഡ്വാൻസ്ഡ് സ്റ്റഡി എന്നാണ് ലോഗോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ച് ശാസ്ത്രീയപരമായിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ. സോ ഈ രണ്ട് വേർഡിൽ നിന്നാണത് സോഷ്യോളജി എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്. സോ അതുകൊണ്ട് നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാം, സയൻസ് ഓഫ് സൊസൈറ്റി ഓർ സ്റ്റഡി ഓഫ് സൊസൈറ്റി. സോ സൊസൈറ്റിയെക്കുറിച്ച് ശാസ്ത്രീയപരമായിട്ടുള്ളൊരു പഠനം അല്ലെങ്കിൽ സൊസൈറ്റിയെക്കുറിച്ച് എന്ത് ചെയ്യും, പഠനം നടത്തുന്നു. സോ ഇതാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ്. സോ ഡെഫിനിഷൻസൊക്കെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ കുറേ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സോഷ്യോളജിയെക്കുറിച്ചല്ല, വേറെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ കുറച്ച് ഡെഫിനിഷൻസ്, സോ അതാരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോക്കി വെച്ചിരിക്കുക. ഈ സോഷ്യോളജി ഇസ് ദ സയൻസ് ഓഫ് സൊസൈറ്റി ഓർ സോഷ്യൽ ഫിനോമിന. സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ സയൻസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫിനോമിന ആണെന്ന് പറഞ്ഞത് LF വേർഡാണ്. സോ സോഷ്യോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ ആൻഡ് ഇൻ്റർ റിലേഷൻ ഓഫ് ദെയർ കണ്ടീഷൻസ് ആൻഡ് കോൺസിക്വൻസ്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഇൻറ്ററാക്ഷൻസ് ആണ്. മനുഷ്യർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ അവരുടെ കണ്ടീഷൻസ്, കോൺസിക്വൻസ്, സോ ഇതൊക്കെ എങ്ങനെ ഇൻ്റർ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതിനൊക്കെ കുറിച്ചുള്ള പഠനത്തിനെയാണ് സോഷ്യോളജി എന്നാണ് ഗിൻസ്ബർഗ് ഡിഫൈൻ ചെയ്തത്. ഇനി എമിലി ഡർക്കീം, സോ ഇദ്ദേഹം സോഷ്യോളജി ഇസ് എ സയൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഈ ഒരു ഡെഫിനേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ഇദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഫിനേഷൻ ഓർത്ത് വെച്ചിരിക്കുക. സോഷ്യോളജി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് അദ്ദേഹം? ആസ് എ സയൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ എന്നാണ് ഇദ്ദേഹം ഈ സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഓക്ബേൺ ആൻഡ് നിംകോഫിൻ്റെ, സോ ഇതും ഫേമസ് ആണ്. സോഷ്യോളജി ആസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിനെ കുറിച്ചുള്ള പഠനമെന്ന് ഡിഫൈൻ ചെയ്തത് ഓക്ബേൺ ആൻഡ് നിംകോഫ് ആണ്. സോ അത് ഓർത്തിരിച്ചിരിക്കുക. അതുപോലെ കിംബോൾ യങ്ങിൻ്റെ ഒരു ഡെഫിനേഷനാണ്, സോഷ്യോളജി ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് മെൻ ഇൻ ഗ്രൂപ്പ്. സോ സോഷ്യോളജി ഡീൽ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിലെ ആൾക്കാരുടെ ബിഹേവിയറിനെ ഡീൽ ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് സോഷ്യോളജി എന്നാണ് കിംബോൾ യങ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സോഷ്യോളജിയിൽ നോക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സബ്ജക്റ്റ് മാറ്റേഴ്സിനെ കുറിച്ചാണ് സോഷ്യോളജി ഡീൽ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത്രയുമാണ് മെയിനായിട്ട്. ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റി, സാമൂഹ്യത്തിനെ കുറിച്ചുള്ള പഠനം, സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം എന്നാണ് സോഷ്യോളജിയുടെ ഒരു ഭാഗമാണ്. ദ സയൻസ് ഓഫ് സോഷ്യൽ ലൈഫ്, അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിലെ ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രപരമായിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ശാസ്ത്രപരമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾ സോഷ്യൽ ലൈഫിനെ കാണുന്നു. സോ അതും സോഷ്യോളജി വരുന്ന ഒരു സബ്ജക്റ്റ് മാറ്ററാണ്. അതുപോലെ സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്പ് തമ്മിലുള്ള പഠനങ്ങൾ. ഒരു വ്യക്തി അല്ലെങ്കിൽ നമുക്കൊരു സൊസൈറ്റി ജീവിക്കണമെങ്കിൽ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പഠനം, സോ അതും സോഷ്യോളജിയുടെ ഒരു സബ്ജക്റ്റ് മാറ്ററാണ്. ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ്, ഒരു ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തികളുടെ ബിഹേവിയർ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള പഠനം. സോ അതെല്ലാം സോഷ്യോളജിയിൽ അടങ്ങുന്നതാണ്. ദ സ്റ്റഡി ഓഫ് ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, ഇനി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്. സോ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സോഷ്യോളജിയിൽ വരുന്നുണ്ട്. ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ആക്ഷൻസിനെ കുറിച്ചുള്ള പഠനങ്ങൾ. ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ സിസ്റ്റം, അതുപോലെ സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ. സോ ഇത്രയും കാര്യങ്ങളാണ് എന്തെങ്കിലും സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്ററായിട്ട് വരുന്നത്.
ഇനി നേച്ചർ ഓഫ് സോഷ്യോളജി ഇൻഡിപെൻഡൻറ്റ് സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്. സയൻസ് ആൻഡ് നോട്ട് എ ഫിസിക്കൽ സയൻസ് ആണ്. സോഷ്യോളജി ഇസ് എ കാറ്റഗറിക്കൽ ആൻഡ് നോട്ട് എ നോർമേറ്റീവ് ഡിസിപ്ലിൻ. സോ നമ്മൾ ഓരോന്നും എന്താണ് സെപ്പറേറ്റ് നോക്കാം. സോഷ്യോളജി ഇസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സയൻസോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി ഹാസ് നൗ എമേർജ്ഡ് ഇൻ ടു ആൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ്. ഒരു സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് സോഷ്യോളജി എന്ത് ചെയ്തത്, എമേർജ് ചെയ്ത് വന്നത്. ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആൻഡ് സ്റ്റഡീഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് എനി അതർ സയൻസ് ലൈക്ക് ഫിലോസഫി ഓർ പൊളിറ്റിക്കൽ ഫിലോസഫി ഓർ ഹിസ്റ്ററി. സോ ഇതൊരു ഏതെങ്കിലും ഒരു ശാസ്ത്രശാഖയുടെ ബ്രാഞ്ചായിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ടോ ഒന്നും വന്നതല്ല. സെപ്പറേറ്റ് പ്യുവറായിട്ട് ഇതെന്താണ് ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയിട്ട് വന്നത് ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഫീൽഡ് ഓഫ് സ്റ്റഡി, ബൗണ്ടറി ആൻഡ് മെത്തേഡ്. സോ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയതുകൊണ്ട് അത് ഒറ്റയ്ക്ക് വന്നൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ബ്രാഞ്ചായിട്ട് വന്നതോ ഒന്നുമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് തന്നെ എന്താണ് ഇതിൻ്റെ ഈ ഒരു സോഷ്യോളജി സബ്ജക്റ്റിന് തന്നെ അതിൻ്റെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ നടത്താം. അതിനൊരു ബൗണ്ടറീസ് ഉണ്ട്. ഇനി അത് ഓരോന്നിനും മെത്തേഡ്സും ഉണ്ട്. നേച്ചർ ഓഫ് സോഷ്യോളജിയിൽ വരുന്ന അടുത്തതാണ് സോഷ്യോളജി ഇസ് എ സോഷ്യൽ സയൻസ് ആൻഡ് നോട്ട് എ ഫിസിക്കൽ സയൻസ്. സോ ഇതൊരു സോഷ്യൽ സയൻസ് ആണ്, ഫിസിക്കൽ സയൻസ് അല്ല. ആസ് എ സോഷ്യൽ സയൻസ് ഇറ്റ് കോൺസെൻട്രേറ്റ് ഇറ്റ്സ് അറ്റൻഷൻ ഓൺ മാൻ, ഹിസ് സോഷ്യൽ ബിഹേവിയർ, social activities and social life. The fact that sociology deals with the social universe, it distinguishes from astronomy, physics, chemistry, geology, mathematics and other physical science. So sociology എന്ന് ഉദ്ദേശിക്കുന്ന ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ കൂടുതലും മനുഷ്യരുമായിട്ട് ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയുമായിട്ട് ഉള്ള ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അതായത് അതല്ലാതെ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ശാസ്ത്രശാഖയല്ല സോഷ്യോളജി എന്ന് പറയുന്നത്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ സയൻസ് സബ്ജക്റ്റ് ഇതൊന്നും അടങ്ങുന്നതല്ല ഇത് സോഷ്യോളജി എന്ന് പറയുന്നത്. Sociology is a categorical and not a normative discipline. Sociology confines itself to statement about what it is, not what should be or ought to be. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു കാറ്റഗറിക്കലാണ്. അതായത് ഇറ്റ് കൺഫൈൻസ് ഇറ്റ് സെൽഫ് ടു സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വാട്ട് ഇറ്റ് ഈസ്. സോ ഇത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് സോഷ്യോളജിയിൽ പറയുന്നത്. അതല്ലാതെ എന്തുകൊണ്ട് ഇതിങ്ങനെ ആയി അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളല്ല എന്ത് പറയുന്നത് സോഷ്യോളജിയിൽ ഡീൽ ചെയ്യുന്നത്. ഇവിടെ എന്താണത് സോഷ്യോളജി അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സോഷ്യോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് സോഷ്യോളജിക്കൽ നോളജ് ഇസ് യൂസ്ലെസ് ആൻഡ് സെർവ്സ് നോ. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇതുകൊണ്ടൊരു ഉപയോഗമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. സോ ഉപയോഗമുള്ള ഒരു ശാസ്ത്രശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഓൺലി മീൻസ് ദാറ്റ് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ കനോട്ട് ഡീൽ വിത്ത് പ്രോബ്ലംസ് ഓഫ് ഗുഡ് ആൻഡ് എവിൽ, റൈറ്റ് ആൻഡ് റോങ് ആൻഡ് മോറൽ ആൻഡ് ഇമ്മോറൽ. സോ സോഷ്യോളജി എന്ന് പറയുന്നത് കാറ്റഗറിക്കലാണ്, അല്ലാതെ ഒരു നോർമേറ്റീവ് ഡിസിപ്ലിൻ അല്ല നമ്മൾ പറഞ്ഞല്ലേ. അത് എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സബ്ജക്റ്റിൽ എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, ഗുഡ് ആൻഡ് നല്ലത് ഏതാ ചീത്ത ഏതാന്നുള്ള കാര്യങ്ങളൊന്നും സ്പെസിഫിക് ആയിട്ട് ഈ ഡിസിപ്ലിനിൽ പറയുന്നില്ലെങ്കിൽ പോലും എന്താണ് വളരെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ നോളജ് സൊസൈറ്റിയെക്കുറിച്ചുള്ള ഒരു അവബോധം കിട്ടുന്ന ഒരു ശാസ്ത്രശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. Sociology is a pure science and not an applied science. Each pure science may have its own applied field. For example, physics is a pure science and engineering is its applied field. Sociology as a pure science has its applied field such as administration, diplomacy, social work, etc. So ഒരു സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്യുവർ സയൻസ് ആണ്, ഒരു അപ്ലൈഡ് സയൻസ് അല്ല. സോ പ്യുവർ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈച്ച് പ്യുവർ സയൻസ് മേ ഹാവ് ഇറ്റ്സ് ഓൺ അപ്ലൈഡ് ഫീൽഡ്. ഓരോ പ്യുവർ സയൻസിനും അതിൻ്റെ തന്നെ അപ്ലിക്കേഷൻ ഉണ്ടല്ലേ. ആ പ്യുവർ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ലെവൽ വരാം. ഉദാഹരണം ഫിസിക്സ് എന്ന് പറയുന്നത് പ്യുവർ സയൻസ് ആണ്. സോ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണെന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജി ഒരു പ്യുവർ സയൻസ് ആണ്. സോ അതിൻ്റെ അപ്ലൈഡ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വരാം, ഡിപ്ലോമസി വരാം, സോഷ്യൽ വർക്ക്. സോ ഇതൊക്കെ സോഷ്യോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈഡ് ഫീൽഡാണ്. Sociology is relatively an abstract science and not a concrete science. Sociology is not interested in concrete, only it demonstrations of human events. It is more concerned with the form of human events and their pattern.
For example, sociology is not concerned with the particular wars and revolution, but with war and revolution in general as a social phenomena, as a type of social conflict. So sociology എന്ന് പറയുന്നത് കൂടുതൽ എന്താണ്, അബ്സ്ട്രാക്റ്റ് സയൻസ് ആണ്. നമുക്ക് കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തറവായിട്ടുള്ളൊരു നോളജ് ഉണ്ട്. സോഷ്യോളജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അബ്സ്ട്രാക്റ്റ് സയൻസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ എന്ത് ചെയ്യത്തില്ല, ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ഇവൻറ്റ്സ് നടന്നുപോയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അതുപോലെ ഇതിന് പ്രത്യേക ഓരോ പാറ്റേൺസിലൂടെയാണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ ഇവല്യൂഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്ററി ഇങ്ങനെ ഓരോ പാറ്റേണിലാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സോഷ്യോളജി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി അബ്സ്ട്രാക്റ്റ് സയൻസ് ആണ്, കോൺക്രീറ്റ് സയൻസ് അല്ല. Sociology is generalizing and not a particularizing or individualizing science. Sociology tries to find out general laws of principles about human interaction and association, about the nature, form, conduct and structure of human group and societies. സോഷ്യോളജി എന്ന് പറയുന്നത് ഇവിടെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അതല്ലാതെ ഓരോ പർട്ടിക്കുലർ ഫീൽഡിനെയും കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതല്ല. ജനറൽ കാര്യങ്ങൾ, ജനറൽ ലോ ഓഫ് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ അസോസിയേഷൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ നേച്ചർ, ഫോം, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ കണ്ടൻറ് എന്താണ്, സ്ട്രക്ചർ എന്താണ്, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ സോഷ്യോളജിയിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നത്. അതല്ലാതെ പർട്ടിക്കുലർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലൈസിങ് സയൻസ് എന്ന രീതിയിൽ ഒരു കാര്യത്തിനെ നമുക്ക് എടുത്ത് കീറി മുറിച്ച് നോക്കി ഓരോന്നും പഠിക്കാൻ പറ്റില്ല സോഷ്യോളജിയിൽ. ഇനി സോഷ്യോളജി ഈസ് ബോത്ത് എ റാഷണൽ ആൻഡ് എംപിരിക്കൽ സയൻസ്. റാഷണൽ ആൻഡ് എംപിരിക്കൽ സയൻസുമാണ്. റാഷണലിസം സ്ട്രെസ്സസ് റീസൺ ആൻഡ് ദ റിസൾട്ട് ഫ്രം ലോജിക്കൽ ഇൻഫറൻസസ്. റാഷണലിസത്തിൽ വരുന്നത് അവിടെ എന്ത് കാര്യവും നമ്മൾ ചിന്തിക്കുക, ലോജിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ എന്തുകൊണ്ട് അവിടെ അങ്ങനെ വന്നു, എന്താണ് അതിൻ്റെ റീസൺ എന്ന് റാഷണലായിട്ട് എന്ത് ചെയ്യും, ചിന്തിക്കും. അതുപോലെ എംപിരിസിസ് ആണ്, അതായത് എവിഡൻസ് വേണം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന ഫാക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷനിലൂടെ കിട്ടുന്ന കാര്യം. നമ്മളൊരു ഗ്രൂപ്പ് ഇങ്ങനെയാണ്, ഗ്രൂപ്പിലെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ആൾക്കാർ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിലൂടെയാണ്, അതൊരു എംപിരിക്കൽ ആയതുകൊണ്ടാണ്. ഒരു എംപിരിക്കൽ സയൻസ് നമുക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ എംഫസൈസ് കൊടുക്കുന്നത് എന്താണ്, എക്സ്പീരിയൻസിന് എംഫസൈസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം, ബോത്ത് റാഷണലും ആണ് എംപിരിസിസ് ആണ്. ഇനി ഇമ്പോർട്ടൻസ്, ഇനി സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ് ആണ്. സോഷ്യോളജി ഹാസ് ചേഞ്ച്ഡ് ഔട്ട്ലുക്ക് വിത്ത് റിഗാർഡ് ടു ദ പ്രോബ്ലംസ് ഓഫ് ക്രൈം എക്സെട്ര. സോഷ്യോളജിയുടെ ഇത് കാരണം ക്രൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോഷ്യോളജി ഉള്ളിലൂടെ നമുക്ക് ആ ഒരു ഔട്ട്ലുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോഷ്യോളജി ഹാസ് മെയ്ഡ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു എൻറിച്ച് ഹ്യൂമൻ കൾച്ചർ. ഹ്യൂമൻ കൾച്ചർ എൻറിച്ച് ചെയ്യാൻ ഉള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സോഷ്യോളജിയിൽ നൽകിയിട്ടുണ്ട്. സോഷ്യോളജി ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് ഇൻ്റർനാഷണൽ പ്രോബ്ലം. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. യൂസ്ഫുൾ ആസ് എ ടീച്ചിങ് സബ്ജക്റ്റ് എന്ന നിലയ്ക്ക് യൂസ്ഫുൾ ആണ്, ഇതൊരു പ്രൊഫഷനുമാണ്. Max Weber, a German philosopher, defined sociology as a science which attempts the interpretative understanding of social action in order thereby to arrive at a causal explanation of its cause and effect. ഇതൊരു മാക്സ് വെബറിൻ്റെ ഒരു ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള മാക്സ് വെബറിൻ്റെ ഒരു ഡെഫിനിഷൻ ആണ്. അതുപോലെ എമിലി ഡക്കിൻ്റെ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ തന്നെ എമിലി ഡക്കിൻ്റെ ഒരു മേജർ ഒരു കോൺട്രിബ്യൂഷനാണ്. ഹീസ് എ പയനിയർ ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് സയൻറ്റിഫിക് മെത്തഡോളജി ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിൽ സയൻറ്റിഫിക് മെത്തഡോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് എമിലി ഡക്കിം എന്ന് പറയുന്നത്. അത് ഏത് വർക്കിൽ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. 1897 വർക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്കാണ് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. ഇതിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, സോഷ്യോളജിയിൽ ഒരു സയൻറ്റിഫിക് മെത്തഡോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഹി എംഫസൈസ്ഡ് ഓൺ ദ മെത്തഡോളജി ദാറ്റ് ഹി ഹാസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഹിസ് സ്റ്റഡി സൂയിസൈഡ് ഓഫ് സോഷ്യോളജി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കായിട്ടുള്ള സൂയിസൈഡ് ഓഫ് സോഷ്യോളജിയിൽ അദ്ദേഹം ഈ ഒരു മെത്തഡോളജി എന്ത് ചെയ്തിട്ടുണ്ട്, എംഫസൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് ആരുടെ വർക്കാണെന്ന് ചോദിച്ചാൽ അത് എമിലി ഡക്കിമാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക.
സോ മെയിനായിട്ടും സോഷ്യോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള ഇത്രയേ ഉള്ളൂ ബേസിക് കൺസെപ്റ്റ്. സോ എന്താണ് അത് മെയിനായിട്ട് നമുക്ക് എന്തായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. വന്നാൽ മെയിനായിട്ട് അതിൽ ആരാണ് ഫാദർ ഓഫ് സോഷ്യോളജി, സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഇനി അടുത്ത് നമുക്ക് സൊസൈറ്റിയാണ്. സൊസൈറ്റി ഈസ് ഡിഫൈൻഡ് നോട്ട് മിയർലി ആസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ലിവിങ് ടുഗദർ ബട്ട് ഈസ് എക്സ്പ്ലെയിൻഡ് ആസ് എ കൺസെപ്റ്റ് ഇൻ സോഷ്യോളജി വെയർ എ സിസ്റ്റം ഓഫ് സെറ്റ് പാറ്റേൺ മെക്കാനിസംസ് എക്സിസ്റ്റ് comprising a complex web of norms, interrelations of individuals and groups that keep them bound together with a common purpose of co-inhabitation from generations together within a given territorial dimension. So society is a group of people who share common culture, occupy particular territorial area and feel unified and distinct entity. According to McLever and Page, society is a web of social relationship. സൊസൈറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് കുറേ ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ കുറേ ഇൻഡിവിജ്വൽസ് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ടേം അല്ല എന്നാണ് പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വെബ് ഓഫ് നോംസ്, ഇൻ്ററാക്ഷൻസ്. അതിൽ അവിടെയുള്ള ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു നോംസ്, ഗ്രൂപ്പ് നോംസ് അല്ലെങ്കിൽ ബേസിക്കായിട്ട് എല്ലാവരും ബിഹേവ് ചെയ്യുന്ന കുറച്ച് കാര്യം. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണും. ഇൻ്ററാക്ഷൻസ്, അവർ തമ്മിലൊരു ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർ റിലേഷൻ കാണും. അതുപോലെ ഗ്രൂപ്പ്സ് ദാറ്റ് കീപ് ദം ബൗണ്ട് ടുഗദർ വിത്ത് എ കോമൺ പർപ്പസ് ഓഫ് കോ ഇൻഹാബിറ്റേഷൻ ഫ്രം ജനറേഷൻ ടുഗദർ വിത്തിൻ എ ഗിവൻ ടെറിട്ടോറിയൽ ഡയമെൻഷൻ. സോ അവരിപ്പോൾ ആ ഒരു സ്ഥലത്തിൽ ആ ഒരു ടെറിട്ടറിയൽ ഡയമെൻഷനിൽ വന്നത് എന്തുകൊണ്ടായിരിക്കും? അവർ അവിടെ ജനിക്കണമെന്ന് വിചാരിച്ചാലേ അവർ ജനറേഷനുകളായിട്ട് അല്ലെങ്കിൽ ജനറേഷൻസ് ആയിട്ട് ആ ഒരു സൊസൈറ്റിയിൽ തന്നെ എന്ത് ചെയ്ത് വന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർ കോമൺ കൾച്ചർ. സോ കോമൺ ആയിട്ട് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് എന്താണ് കോമൺ കൾച്ചർ കാണും. കേരള എന്ന് പറയുന്ന കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് കുറേ കൾച്ചർ കാണും അല്ലേ. സോ അതിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ സൊസൈറ്റീസ് മാറും. അതനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഡിഫറൻസിയേഷൻ ഉണ്ട്, അതനുസരിച്ച് മാറും. എന്നാലും കോമൺലി മലയാളീസ്, കേരളത്തിലുള്ളവർ നമ്മളെന്ന് പറയാം, കേരള സൊസൈറ്റിയിലുള്ളവരെ മലയാളീസ് എന്ന് പറയാം. അവർക്ക് കോമൺ ആയിട്ടൊരു കൾച്ചർ കാണും. അവർ ഒക്കുപ്പൈ എ പർട്ടിക്കുലർ ടെറിട്ടോറിയൽ ഏരിയ, പർട്ടിക്കുലറായിട്ട് നമ്മുടെ ഒരു സ്ഥലത്ത് അവർ ജീവിക്കുന്നവരായിരിക്കാം. ആൻഡ് ഫീൽ യൂണിഫൈഡ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റൈറ്റി. സോ നമുക്ക് എന്തായിട്ട് തോന്നും? എല്ലാവരും ഒന്നിച്ച് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഒന്നാണ്, മലയാളികളാണ് എന്നുള്ള ആ ഒരു ബോധം. അത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ആ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ആ ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റൈറ്റി ഉണ്ട്. സോ ഇത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. സോ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് മാക്ലിവർ ആൻഡ് പേജിൻ്റെ. സൊസൈറ്റി ഈസ് ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു വെബാണ് സൊസൈറ്റി എന്നാണ് മാക്ലിവർ ആൻഡ് പേജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത കുറച്ച് ഡെഫിനിഷൻസാണ്. A society is a collection of individuals united by certain relations or mode of behavior which mark them off from others who do not enter into these relations or who differ from them in behavior. So ഇത് മോറിസ് ജിൻസ്ബർഗിൻ്റെ ഒരു സൊസൈറ്റിയെക്കുറിച്ചുള്ളൊരു ഡെഫിനിഷനാണ്. നെക്സ്റ്റ്, സൊസൈറ്റി ഇസ് എ കോംപ്ലക്സ് ഓഫ് ഓർഗനൈസ്ഡ് അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ എ കമ്മ്യൂണിറ്റി. സോ ഇത് GDM കോളിൻ്റെ ഡെഫിനിഷൻസാണ്. സോ ഇതിൽ മാക്ലിവറിൻ്റെതാണ് വെബ് ഓഫ് സോഷ്യൽ റിലേഷൻ. സൊസൈറ്റി ഈസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് മാക്ലിവർ ആൻഡ് പേജ് ആണ്. ഇനി ഒരു സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ. സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ, ആൾക്കാർ അടങ്ങിയ അല്ലെങ്കിൽ പീപ്പിൾസ് അടങ്ങിയിട്ടുള്ള സമൂഹത്തിനെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ മ്യൂച്വൽ ഇൻ്ററാക്ഷൻ ആൻഡ് മ്യൂച്വൽ അവെയർനെസ്. മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ആ ഒരു സഹകരണമുണ്ട്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെക്കുറിച്ച് അവെയറാണ്. ഓരോ സ്ഥലത്തുള്ള ആൾക്കാരെക്കുറിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവെയറായിട്ട് അറിയാൻ പറ്റും. സൊസൈറ്റി ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക്നെസ്. സോ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം കൊണ്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റി റെസ്റ്റ് ഓൺ ഡിഫറൻസ് ടു. സോ ഇഷ്ടം മാത്രം പോരാ, അതിൽ അവിടെ ഡിഫറൻസും ഉണ്ടല്ലേ. എല്ലാവരും ഒരേ കണക്കായിരിക്കത്തില്ല. അപ്പോൾ അവിടെ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസും ആ ഇഷ്ടവും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഇതാണ് സമൂഹം എന്ന് പറയുന്നത്. ഇനി അതുപോലെ കോപ്പറേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജോലി എന്ത് ചെയ്യുന്നുണ്ട്? ഡിവിഷൻ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ജോലി ഡിവിഷൻ ചെയ്യുന്നുണ്ട്. സൊസൈറ്റി ഇംപ്ലൈസ് ഇൻ്റർഡിപ്പെൻഡൻസ് ഓൾസോ.
സോ സൊസൈറ്റി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരാൾക്ക് നിലനിൽക്കാൻ പറ്റുന്നതല്ല അല്ലേ. സോ ഒരാളുടെ കാര്യം നിൽക്കണമെങ്കിൽ അയാൾക്ക് മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി എന്തായിട്ടും ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, മറ്റു വ്യക്തികളെ ഇൻ്റർഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനേ പറ്റൂ അതെ. സോ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടാകും. മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റു ആൾക്കാരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സൊസൈറ്റി ഈസ് ഡൈനാമിക്. ഇനി ഈ സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒരു സംഭവമല്ല. അവിടെ എന്ത് ചെയ്യുക, ഒരുപാട് ചേഞ്ചസ് വരും. ഡൈനാമിക്കായിട്ട് നിൽക്കുന്നതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ കൺട്രോൾ വരും. സൊസൈറ്റിയിലെ കൺട്രോൾസ് ഈ സൊസൈറ്റിക്ക് മേൽ വരാം. അതുപോലെ കൾച്ചർ വരാം. കൾച്ചറെല്ലാം എന്താണ്, സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. സോ ഗ്രിഗേറിയസ് നേച്ചർ ഓഫ് മാൻ ഇസ് എ സോഷ്യൽ ആനിമലാണ്. സോ മാൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമലാണ്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റിയാണ് പറയുന്നത്. സോ ഓൾത്തോ ഫാമിലി ആസ് എ സോഷ്യൽ എൻറ്റൈറ്റി സംടൈംസ് ആർ സെൽഫ് സഫിഷ്യൻറ്റ്, ബട്ട് ഫാമിലീസ് ഡു നോട്ട് ലിവ് ബൈ ദംസെൽഫ് for some reasons ranging from economic interdependence to shared cultural values. Families normally bond together to form communities. സോ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഷ്യൽ എൻറ്റൈറ്റി ആണെങ്കിൽ പോലും പക്ഷേ ചില സമയങ്ങളിൽ ഇതെന്തായിരിക്കില്ല, സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലീസിന് ഒറ്റയ്ക്ക് ഒരിടത്ത് നിലനിൽപ്പ് ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാരണം, റീസൺസ് കാരണം എക്കണോമിക് ഇൻ്റർഡിപ്പെൻഡൻസ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എക്കണോമിക്കലി എന്ത് ചെയ്യേണ്ടി വരും, ഇൻ്റർഡിപ്പെൻഡൻസ് ചെയ്യേണ്ടി വരും. അതുപോലെ കൾച്ചറൽ വാല്യൂസ്, ഫാമിലി ബോണ്ട്, ഇതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർഡിപ്പെൻഡ് ചെയ്തേണ്ടി വരുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ടു ഫോം എ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നു. സൊസൈറ്റിയിൽ നിന്ന് ഫാമിലിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സോ ഫാമിലിയിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതിലൊക്കെ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തേണ്ടി വരും. സോ അപ്പം അവിടെ നിന്ന് ഈ കാര്യങ്ങൾ നിറവേറാൻ നമുക്ക് പുതിയതായിട്ട് കുറേ ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ടി വരും. അവരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി അല്ലെങ്കിൽ അവരുമായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നു, നമുക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം. സോ അപ്പോൾ ആ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അല്ലേ. സോ അപ്പോൾ അവിടെ കുറേ കൊളീഗ്സ് കാണും. സോ അപ്പോൾ അവരുമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് അവരുമായിട്ട് സഹകരിക്കേണ്ടി വരും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഇത്രയും ആ ഒരു ഏരിയ, അപ്പോൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഇത്രയും കൂടെ ചേർന്ന് എന്താകും, അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറാം. ദ കമ്മ്യൂണിറ്റി റാദർ ദാൻ ദ ഫാമിലി ദെൻ ബിക്കം ദ സോഷ്യൽ സെറ്റിംഗ് ഫോർ മോസ്റ്റ് എവരിഡേ എക്കണോമിക്, പൊളിറ്റിക്കൽ, റിലീജിയസ്, എഡ്യൂക്കേഷണൽ, റിക്രിയേഷൻ ആൻഡ് സിമിലർ ആക്ടിവിറ്റീസ്. സോ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി മാത്രമല്ല, ഇവിടെ നമ്മൾ നേരത്തെ എക്കണോമിക് ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമാണ് പറഞ്ഞത്. ജോലിയായിട്ട് മാത്രമല്ല, പൊളിറ്റിക്കൽ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ചില റീജിയൻസ് അല്ലെങ്കിൽ ചില റിലീജിയൻസ് മതപരമായിട്ട് ഫോം ചെയ്യാം കമ്മ്യൂണിറ്റീസ്. ഒരേ മതത്തിലുള്ള ആൾക്കാർ ഫോം ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി ആകാം. അതുപോലെ എഡ്യൂക്കേഷണൽ പർപ്പസ്, ഒരു കോഴ്സ് BCom ചെയ്യുന്ന അല്ലെങ്കിൽ BA ചെയ്യുന്നവരെല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം. അതല്ലെങ്കിൽ റിക്രിയേഷണൽ, സോ ഇപ്പോൾ എന്തെങ്കിലും ക്ലാസ്സുകളോ യോഗ ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സിൽ പോകുന്ന ഒന്നിച്ച് ചേരുന്ന ആൾക്കാർ, അവരെല്ലാവരും കൂടെ ചേർന്ന് എന്താകാം, അതൊരു കമ്മ്യൂണിറ്റി ആവും. സോ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, അവിടെ കോമൺ ആയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് ഒരു ഫാമിലിയിൽ നിന്ന് അപ്പുറത്തായിട്ട് വരുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. In brief, a community is a social organization that is territorially localized and through which its members satisfy most of their daily needs and deal with most of their common problems. So community എന്ന് പറയുന്നത് സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ഇത് ടെറിട്ടോറിയലി ലോക്കലൈസ്ഡ് ആണ്. സോ അതായത് ലൊക്കാലിറ്റിക്ക് വളരെ പ്രധാനം കൊടുക്കുന്ന ഒരു ഇതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ daily which its members satisfy most of their daily needs and deal with the most of their common problems. So ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡെയിലി ഉള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനെല്ലാം സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി കുറച്ച് കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. സിദ്ലക്കിൻസ് ആൻഡ് ബോഗാർഡസിൻ്റെ ഡെഫിനിഷനാണ്. സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് സം ഡിഗ്രി ഓഫ് വി ഫീലിംഗ് ആൻഡ് ലിവിങ് ഇൻ എ ഗിവൺ ഏരിയ. സോ സോഷ്യൽ ഗ്രൂപ്പാണ് ഇതൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. അവിടെ എന്തുണ്ട്, ഒരു വി ഫീലിംഗ്. നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തമ്മിൽ എന്ത് തോന്നും, ഒരു വി ഫീലിംഗ്. ഒരേ റിലീജിയനിലുള്ള ആൾക്കാർ, ഇത് ഞങ്ങളുടെ ആൾക്കാരാണ് എന്നൊക്കെ ഒരു ഫീലിംഗ്. സോ അതുപോലെ തന്നെ എന്താണ്, ലിവിങ് ഇൻ എ ഗിവൺ ഏരിയ. ഒരു സ്പെസിഫിക് ആയിട്ട് അവർക്ക് എന്തായിട്ട് ഒരു കോമൺ ഒരു ലൊക്കാലിറ്റിയിൽ താമസിക്കുന്നവരായിരിക്കും ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി ഈസ് ദ സ്മോളസ്റ്റ് ടെറിട്ടോറിയൽ ഗ്രൂപ്പ് ദാറ്റ് ക്യാൻ എംബ്രേസ് ഓൾ ആസ്പെക്ട് ഓഫ് സോഷ്യൽ ലൈഫ്. സോ ഇതെന്ന് പറയുന്നത്
കിൻസ്ലി ഡേവിസിൻ്റെ ഡെഫിനിഷനാണ്. സോ ഇതൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ടെറിട്ടറിയൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. A community is a group or collection of groups that inhabits a locality. So Ogborn and Nimcoffിൻ്റെ ഡെഫിനേഷനാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് ഗ്രൂപ്പ് ദാറ്റ് ഇൻഹിബിറ്റ്സ് എ ലൊക്കാലിറ്റി. സോ ഒരു ലൊക്കാലിറ്റിയിൽ ഒന്നിച്ച് താമസിക്കുന്ന ആൾക്കാരുടെ ചേർത്ത് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്നാണ് ഓഗ്ബോൺ ആൻഡ് നിംകോഫ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അടുത്ത മാൻഹെയിമിൻ്റെ ആണ്. കമ്മ്യൂണിറ്റി ഈസ് എനി സർക്കിൾ ഓഫ് പീപ്പിൾ ഹൂ ലിവ് ടുഗദർ ആൻഡ് ബിലോങ് ടുഗദർ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഡു നോട്ട് ഷെയർ ദിസ് ഓർ ദാറ്റ് പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഓൺലി ബട്ട് എ ഹോൾ സെറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് മാൻഹെയിമിൻ്റെ ഒരു ഡെഫിനിഷനാണ്. നെക്സ്റ്റ് ഇസ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിയുടെ എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് മെയിനായിട്ട് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ ബേസിസ് എന്ന് പറയുന്നത് ലൊക്കാലിറ്റി എന്നാണ് പറയുന്നത്. സോ പ്രീവിയസ് ഇയർ സോഷ്യോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡെഫിനറ്റ് ലൊക്കാലിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിറ്റിയുടെ ആണ് ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. എ കമ്മ്യൂണിറ്റി ഇറ്റ് എ ടെറിട്ടോറിയൽ ഗ്രൂപ്പ് ഇറ്റ് ഓക്കുപ്പൈസ് സം ജോഗ്രഫിക്കൽ ഏരിയ. സോ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒന്നിച്ച് താമസിക്കുന്നു. സോ അതിനാണ് നമ്മൾ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഒരു ടെറിട്ടോറിയൽ ഗ്രൂപ്പാണെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരേ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് കമ്മ്യൂണിറ്റി എന്ന്. ലൊക്കാലിറ്റി ഇസ് എ ഫിസിക്കൽ ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി. സോ കമ്മ്യൂണിറ്റിയുടെ ഫിസിക്കൽ ബേസിസ് എന്ന് പറയുന്നത് ലൊക്കാലിറ്റിയാണ്. ഫിസിക്കലി നമ്മൾ അവരെ എന്ത് ചെയ്യുന്ന ഇന്ന ഇത്ര ഏരിയ അല്ലെങ്കിൽ കൊല്ലം ഇത്ര ഏരിയയിലുള്ള ആൾക്കാർ ജീവിക്കുന്നു, അത് ഇത്രയും എന്താണ് ഒരു കമ്മ്യൂണിറ്റി. ലിവിങ് ടുഗദർ ഫെസിലിറ്റേറ്റ് പീപ്പിൾ ടു ഡെവലപ്പ് സോഷ്യൽ കോണ്ടാക്ട്, ഗിവ് പ്രൊട്ടക്ഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സോ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാർ തമ്മിൽ അവിടെ എന്താണ് ഒരു സോഷ്യൽ കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യും. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്, ഒരു പ്രൊട്ടക്ഷൻ, സേഫ്റ്റി, സെക്യൂരിറ്റി. സോ ഇതെല്ലാം എന്ത് ചെയ്യും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഫോം ചെയ്യും. ഫർദർ ദ വെരി ഫിസിക്കൽ കണ്ടീഷൻ മേ ഇൻഫ്ലുവൻസ് സോഷ്യൽ ലൈഫ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. സോ അടുത്തൊരു കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇറ്റ് മീൻസ് എ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ടുഗദർ. ദ മെമ്പേഴ്സ് മസ്റ്റ് ബി അവെയർ ഓഫ് ദ സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിംഗ് കോമൺ ഇൻട്രസ്റ്റ്. ദ മെമ്പേഴ്സ് ഡെവലപ്പ് എ സെൻസ് ഓഫ് വി ഫീലിംഗ്. It means a kind of identification with the group. Without a sense of identification, a sense of awareness, a sense of living and sharing some common interest in life, there cannot be any community. So community എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാകും, ഒരു സെൻറ്റിമെൻ്റ് ഉണ്ടാകും. ഒരു ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കുമ്പം ആ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എന്നുള്ളൊരു തോന്നൽ എന്ത് ചെയ്യും അതിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും തോന്നും. ഒരു വി ഫീലിംഗ് ഉണ്ടായിരിക്കും. അതിലൂടെ നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ, നമുക്ക് ആ ഗ്രൂപ്പിലാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഒരു സെൽഫായിട്ട് നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ തോന്നും. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൂപ്പിലോട്ട് നിൽക്കാൻ കോമൺ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ഇനി അതർ ആസ്പെക്ട്സ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അത് നാച്ചുറൽനെസ് ആണ്. സോ നാച്ചുറായിട്ട് വരുന്നതാണ്. അതുപോലെ സൈസ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കുറവായിരിക്കും. നമ്മളൊരു സൊസൈറ്റി എടുത്ത് നോക്കുമ്പോൾ അത്രയും വരില്ല. അതിൽ നിന്ന് എന്താണ് ചെറിയ ചെറിയ ടെറിട്ടോറിയൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ട് വരും. ഇനി അതുപോലെ റെഗുലേഷൻ ഓഫ് റിലേഷൻസ്. സോ റിലേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സൊസൈറ്റി ഈസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സൊസൈറ്റി എന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു വെബാണ്. പക്ഷേ അതിൽ എല്ലാവരും പറയില്ലേ, എല്ലാ ആൾക്കാരും കൂടെ അടങ്ങുന്ന ഒരിതിനെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ലിവിങ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ വിത്ത് സം ഡിഗ്രി ഓഫ് വി ഫീലിംഗ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം അതിൽ നിന്ന് ചെറിയ ഗ്രൂപ്പ്, സൊസൈറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചെറിയ ഗ്രൂപ്പായിരിക്കും. ഇവിടെയുള്ള ഓരോ വ്യക്തികൾക്കും ഒരു വി ഫീലിംഗ്, സം ഡിഗ്രി ഓഫ് വി, ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലുള്ളതാണ് എന്നുള്ളൊരു വി ഫീലിംഗ് ഉണ്ടാകും. സോ അതാണ് കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ളത് ഒരു ഡിഫറൻസ്. സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കേരളം മൊത്തം മലയാളീസ് അതാണ് സൊസൈറ്റി. സോ അവിടെ എന്താണ് വലിയൊരു ഒരുപാട് ആൾക്കാർ അടങ്ങുന്ന അല്ലെങ്കിൽ ഒരു വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സോ ഇത്രയും അപ്പോൾ കേരളത്തിലുള്ള ഇത്രയും ആൾക്കാർ എന്നാണ് മലയാളീസാണ്. സോ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്നും കൂടെ കുറച്ചുകൂടെ ഒരു വി ഫീലിംഗ് വരും. ഞാൻ കൊല്ലംകാരനാണ് അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. സോ അങ്ങനെയുള്ളൊരു ഫീലിംഗ്. അത് സാധാരണ കമ്മ്യൂണിറ്റി വരുന്ന കുറച്ചുകൂടെ ചെറിയ ഗ്രൂപ്പുകളായിരിക്കും. എ ഡെഫിനിറ്റ് ജോഗ്രഫിക് ഏരിയ ആസ് നോട്ട് ആൻ എസെൻഷ്യൽ ആസ്പെക്റ്റ്. ഒരു സ്പെസിഫിക് ആയിട്ടൊരു ജോഗ്രഫിക് ഏരിയ വേണമെന്നെന്താണ് ഭയങ്കര എസെൻഷ്യൽ അല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. അത് എവിടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് പറയാം.
ഇറ്റ് ഓൾവേസ് ഡിനോട്ട്സ് എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ഓർ ജോഗ്രഫിക് ഏരിയ. സോ പക്ഷേ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്താണ്? ലൊക്കാലിറ്റി ആണല്ലേ. സോ ഒരു ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ഉണ്ടായിരിക്കും, ഒരു ജോഗ്രഫിക് ഏരിയ ഉണ്ടായിരിക്കും. ഇനി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്റ്റ് കാര്യമാണ്. നമുക്ക് എല്ലാം പല രാജ്യങ്ങളെടുത്തിട്ട് അതെല്ലാം സൊസൈറ്റിയാണെന്ന് നമുക്ക് പറയാം. ഇതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്കറിയാം, ഇത്രയും ആൾക്കാർ ഈ ഒരു ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഈ റിലീജിയനിലുള്ള ആൾക്കാരെല്ലാം ഈ കമ്മ്യൂണിറ്റി പെട്ടവരാണ്. അങ്ങനെ അതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ഇസ് വി ഫീലിംഗ് മേ ഓർ മേ നോട്ട് ബി പ്രസൻറ്റ്. സോ സൊസൈറ്റിയിലൊരു വി ഫീലിംഗ്, ഞാൻ ഈ സൊസൈറ്റിയിലുള്ള ആളാണ്, അങ്ങനെയുള്ളൊരു ഫീലിംഗ് എല്ലാവർക്കും വരണമെന്നില്ല. ഞാനിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് എന്താ പറ്റുന്നേ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ എന്ത് ചെയ്യും, സൊസൈറ്റിയിലാണെങ്കിൽ തോന്നാം. പക്ഷേ കമ്മ്യൂണിറ്റി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മാറും. ഒരു കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ് ഉണ്ടാകും. ഇറ്റ്സ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ്. കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ് ഒരു കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കണമെങ്കിൽ വളരെ എസെൻഷ്യലാണ്. സോ ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്നവർ, സോ അപ്പോൾ അവർക്ക് കുറേ നിയമങ്ങളാണ്. സോ അപ്പോൾ അത് ഫോളോ ചെയ്യണം. സോ അപ്പം അത് എൻ്റെ നല്ലതിനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ് എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഉണ്ടാകും. സൊസൈറ്റി ഈസ് വൈഡർ. ദർ ക്യാൻ ബി മോർ ദാൻ വൺ കമ്മ്യൂണിറ്റി ഇൻ എ സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറയുമ്പോൾ കുറേ വൈഡറാണ്. അതിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് അടങ്ങുന്നതാകെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ കമ്മ്യൂണിറ്റി ഈസ് സ്മോളർ ദാൻ സൊസൈറ്റി. സൊസൈറ്റിയെക്കാളും ചെറുതാണെന്ത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ആർ മോർ എക്സ്റ്റെൻസീവ് ആൻഡ് വേരിഡ്. സോ ഒരു സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിലുള്ള ഓരോ വ്യക്തികളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസങ്ങൾ വരാം. ചിലപ്പം ഒരു ചേർച്ചയും കാണില്ല. സോ അത് ചിലപ്പം ചേർച്ച വരാം. സോ അത് നമുക്ക് എന്താ പ്രെഡിക്റ്റബിൾ അല്ലേ. സൊസൈറ്റി എന്ന് പറയുന്നത് വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റും അവരുടെ ഒബ്ജക്റ്റീവ്സൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കാം. പക്ഷേ കമ്മ്യൂണിറ്റി ആകുമ്പോഴത്തേക്ക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആർ കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്റ്റെൻസീവ് ആൻഡ് വേരിഡ്. സോ സൊസൈറ്റി പോലെ അത്രയും എന്ത് ചെയ്യത്തില്ല, വ്യത്യാസം വരത്തില്ല. കോമൺലി എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധങ്ങൾ അവർ തമ്മിൽ, അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കാണും. സൊസൈറ്റി ഇൻവോൾവ് ബോത്ത് ലൈക്ക്നെസ് ആൻഡ് ഡിഫറൻസ്. സൊസൈറ്റിയിൽ ബോത്ത് എന്താണ്, ഇഷ്ടവും കാണും, അതുപോലെ തന്നെ എന്താണ് തമ്മിൽ ഡിഫറൻസും കാണും. പക്ഷേ ലൈക്ക്നെസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ഡിഫറൻസസ്. പക്ഷേ കമ്മ്യൂണിറ്റി ആകുമ്പോഴത്തേക്ക് ഡിഫറൻസിനേക്കാളും കൂടെ എന്താണ്, അവർ തമ്മിൽ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടി നിൽക്കുന്നതായിരിക്കും ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കൾച്ചർ ആണ്. കൾച്ചർ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇംഗ്ലീഷ് വേർഡ് കൾത്ര ആൻഡ് സാൻസ്ക്രിറ്റ് വേർഡ് സംസ്കാർ വിച്ച് ഡിനോട്ട്സ് സോഷ്യൽ ചാനൽ ആൻഡ് ഇൻ്റലക്ച്വൽ എക്സലൻസ്. കൾച്ചർ ഇസ് എ വേ ഓഫ് ലൈഫ്. സോ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡായിട്ടുള്ള കൾത്ര എന്നും സാൻസ്ക്രിറ്റ് വേർഡ് എന്നായിട്ടുള്ള സംസ്കാരിൽ നിന്നാണ് ഈ ഒരു കൾച്ചർ എന്നൊരു വാക്ക് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സോഷ്യൽ ചാനൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എക്സലൻസ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ആ ജീവിത ശൈലി, ദ വേ ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത രീതിയെ നമുക്ക് കോമൺ ആയിട്ട് പറയുന്നതാണ് കൾച്ചർ എന്ന്. Culture is a way of life that include laws, beliefs, norms, habits, knowledge that human adopted or collected from their forefather to live in society. Every community have different culture. Their laws, their traditions are also different. So culture എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ജീവിക്കുന്ന അവരുടെ ലൈഫ്, ജീവിത രീതി, അതിൽ എന്തൊക്കെ വരാം, അവർ പാലിക്കുന്ന നിയമങ്ങൾ വരാം, അവരുടെ വിശ്വാസങ്ങൾ വരാം, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നോംസ് വരാം. നോംസ് അതൊക്കെ എന്താണെന്ന് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ അവരുടെ ഹാബിറ്റ്, അവരുടെ ഹോബീസ് അല്ലെങ്കിൽ ഹാബിറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ നോളജ്. സോ ഇതെല്ലാം അവരെവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഒരു കുട്ടി വന്ന് അവൻ ഡയറക്റ്റ് എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുകയല്ല. അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അവൻ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അച്ഛൻ അതെവിടെ നിന്ന് കിട്ടി, അത് അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെയാണ് പഠിക്കുന്നത്. സോ അപ്പം നമ്മുടെ ജനറേഷൻ മുമ്പ് ഫാദേഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങൾ. സോ ഇതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ആ വേ ഓഫ് ലൈഫ്. സോ അത് പല രീതിയിൽ വരാം കൾച്ചർ. ഓരോ ഗ്രൂപ്പിനും എന്തായിരിക്കും, ഓരോ കൾച്ചറായിരിക്കും. പല വേ ഓഫ് ലൈഫ്, ജീവിത ശൈലി എന്ന് പറയുന്നത് എല്ലാവർക്കും
ഒരുപോലെ ആവണമെന്നില്ല അല്ലേ. സോ അപ്പോൾ അവർ കാണുന്നത് ഏതാണോ അതായിരിക്കും അവർ ഫോളോ ചെയ്ത് വരുന്നത്. അവരുടെ കൾച്ചറിലുള്ളത്, അവരുടെ ഫോർ ഫാദേഴ്സിൻ്റെ കൾച്ചർ ഏതാണോ അവർ പിന്തുടർന്നത് അവരതെന്ത് ചെയ്യും, ഫോളോ ചെയ്യും. സോ ഹിന്ദുസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തും, അങ്ങനെ പ്രാർത്ഥിക്കും. സോ അപ്പോൾ ഒരു കുട്ടി ഇത് കാണുവാണ്, അവൻ്റെ അമ്മ ഇതെല്ലാം ചെയ്യുന്നു. സോ അപ്പം അമ്മ ഇതെവിടെ നിന്ന് പഠിച്ചു, അമ്മയുടെ അമ്മയിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്തു, പാസ്, അല്ലെങ്കിൽ ജനറേഷൻ വഴി പാസ് ചെയ്ത് വരുന്നു. സോ ഇതിനെയാണ് ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ്. E.B. ടൈലറിൻ്റെ കൾച്ചർ ഇസ് എ കോംപ്ലക്സ് ഹോൾ വിച്ച് ഇൻക്ലൂഡ് നോളജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, കസ്റ്റംസ് ആൻഡ് എനി അതർ capabilities and habits acquired by the man as a member of society. സോ കൾച്ചർ എന്ന് പറയുന്നൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരാം, നോളജ് ഷെയർ ചെയ്ത് വരാം, അതുപോലെ നമ്മുടെ വിശ്വാസങ്ങൾ ഷെയർ ചെയ്യാം, ആർട്ട്, ഒരേ കൊല്ലപ്പണിക്കാരെന്നൊക്കെ പറയത്തില്ലേ. സോ അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, തലമുറയായിട്ട് എന്ത് ചെയ്യും, കൈമാറി വരും. അതുപോലെ അവർ മുറുകെ പിടിക്കുന്ന മൊറാലിറ്റീസ് കുറേ കാണും. അതുപോലെ കസ്റ്റംസ്, അവരുടെ തനതായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എനി അതർ അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ അക്വയർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് കൾച്ചർ എന്ന് ഡിഫൈൻ ചെയ്യാം എന്നാണ് E.B. ടൈലർ പറയുന്നത്. ഇത് ലെഗ്ലിക് A.Y. വൈറ്റിൻ്റെയാണ്. കൾച്ചർ ഇസ് എ സിംബോളിക്, കണ്ടിന്യൂസ്, ക്യുമുലേറ്റീവ് ആൻഡ് പ്രോഗ്രസീവ് പ്രോസസ്സ്. സോ ഇത് എന്താണ്, കൾച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതാണ് അല്ലേ. സോ സിംബോളിക്കാണ്. സോ ഇത് കൾച്ചർ എന്ന് പറയുന്നത് സിംബോളിക്കാണ്, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു സ്പെസിഫിക് ഒരു ടൈം എത്തുമ്പോൾ ആ കൾച്ചർ നിന്ന് പോകുമോ, ഇല്ല. സോ ഇതൊരു കണ്ടിന്യൂസ് ആണ്. സോ അതുപോലെ ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പം എന്താണ്, ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല, പല കാര്യങ്ങൾ എന്ത് ചെയ്യും, അടിഞ്ഞ് വരും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ക്യുമുലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ പ്രോഗ്രസീവ് പ്രോസസ്സാണ്. സോ പ്രോഗ്രഷനുള്ള പ്രോസസ്സാണ് കൾച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത മെലിൻസോസ്കിയുടെ ബീഡയാണ്. ദ ക്യുമുലേറ്റീവ് ക്രിയേഷൻ ഓഫ് മാൻ, ദ ഹാൻഡ് വർക്ക് ഓഫ് മാൻ ആൻഡ് ദ മീഡിയം ത്രൂ വിച്ച് ഹി achieves his head. സോ ഇതാണ് മെലിനോസ്കി ബിയുടെ ഡെഫിനിഷൻ. സോ നെക്സ്റ്റ് നമുക്ക് കൾച്ചറിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കൾച്ചർ ഇസ് ലേൺഡ് ആണ്. ഇറ്റ് മീൻസ് വാട്ട് എവർ വി ലേൺ ഫ്രം സൊസൈറ്റി, കൾച്ചർ ലേൺ സംതിങ് എക്സാം വിയറിങ് ക്ലോത്ത്സ്, ഡാൻസിങ് എക്സെട്ര. സോ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്നു അതിനെ എന്ത് നമുക്ക് പറയാം, കൾച്ചർ എന്ന് പറയാം. സോ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ഡ്രസ്സ് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും അല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഡ്രസ്സ് ചെയ്യുന്ന രീതി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, അത് ഡ്രസ്സ് ചെയ്യും. സോ നമ്മൾ പഠിക്കുന്നു. സോ അത് പഠിക്കുന്ന കാര്യമാണ് കൾച്ചർ എന്ന് പറയുന്നത്. സോ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, വിദേശികളെ പോലെ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കത്തില്ലേ. സോ ഇതൊക്കെ എന്താണ്, കൾച്ചർ എന്ന് പറയുന്നത് ഒരു ലേൺ ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ ഡാൻസ് ചെയ്യുക, സോ ഇതൊക്കെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ലേൺ ചെയ്യുന്നതാണ്. സോ അതുപോലെ കൾച്ചർ എന്ന് പറയുന്നത് ഷെയർ ആണ്. ഓൾ ട്രേറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഐഡിയാസ്, നോളജ് ആൻഡ് മെറ്റീരിയൽ ഒബ്ജക്റ്റീവ്സ് ഷെയർഡ് ബൈ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. സോ കൾച്ചർ എന്ന് പറയുന്നത് ഷെയർ ആയിട്ട് നമ്മുടെ എല്ലാ ട്രേറ്റ്സുകളും, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാം മറ്റുള്ളവരെന്ത് ചെയ്യും, ചിലർക്ക് ആകർഷണം തോന്നി അതെന്ത് ചെയ്യും, അക്യൂർ ചെയ്യും, അത് ഷെയർ ചെയ്തെടുക്കാൻ നോക്കും. അല്ലെങ്കിൽ ചിലരുടെ ഐഡിയാസ് എന്ത് ചെയ്യും, ഷെയർ ചെയ്യാൻ നോക്കും. സോ അതല്ലെങ്കിൽ ഇതൊക്കെ നോൺ മെറ്റീരിയലാണ്. സോ മെറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യും, ബുക്കുകൾ, ഡ്രസ്സുകൾ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. സോ ഇത് കൾച്ചർ എന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്നതാണ്. കൾച്ചർ ഓഫ് ട്രാൻസ്മിറ്റഡ്, ഓൾ ട്രേറ്റ്സ് ആൻഡ് മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ മെമ്പർ ഓഫ് സൊസൈറ്റി ഫ്രം ദെയർ ഫോർഫാദർ. We learn new fashion, how to behave in a particular social situation, how to interact with the society, how to move with the society. So culture എന്ന് പറയുന്നത് ഒരു സമയം എത്തുമ്പോൾ അവിടെ സ്റ്റിക്കാവുന്ന സംഭവമല്ല അല്ലേ. സോ അവിടെ എന്താണ്, ട്രാൻസ്മിഷൻ നടക്കും. അത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആകാം, അല്ലെങ്കിൽ ട്രേറ്റ്സ് ആകാം, പല ട്രേറ്റുകളാകാം, നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ട്രേറ്റുകളായിട്ട് മാറാം. ചിലപ്പോൾ അത് മെറ്റീരിയൽ ഒബ്ജക്റ്റുകളായിട്ട് മാറാം. വി ലേൺ ന്യൂ ഫാഷൻ, നമ്മൾ പുതിയ ഫാഷൻസ് വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളും ഫാഷൻസ് മാറ്റിക്കൊണ്ട് പോകും. അതുപോലെ ഒരു സ്പെസിഫിക് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന പാറ്റേൺസ്, ഇതെല്ലാം എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യാം. കൾച്ചർ ഓഫ് ചേഞ്ചിങ്, കൾച്ചർ ഇസ് നോട്ട് റിമെയിൻ സ്റ്റാറ്റിക് ബട്ട് ചേഞ്ചിങ്. സോ എപ്പോഴും എന്ത് ചെയ്യില്ല, സ്റ്റാറ്റിക്കായിട്ട് നിൽക്കത്തില്ല, അത് എപ്പോഴും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് ചേഞ്ചിങ് ഇൻ എവരി സൊസൈറ്റി ബട്ട് ഡിഫറെൻറ്റ് സ്പീഡ് ആൻഡ് കോസസ്. സോ എല്ലായിടത്തും കൾച്ചർ എന്ത് ചെയ്യും, ഒരു സൊസൈറ്റിയിലുള്ള കൾച്ചർ അവിടെ തന്നെ അങ്ങനെ നിൽക്കത്തില്ല, അത് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും സമയം അനുസരിച്ച്. പക്ഷേ പല സൊസൈറ്റിയിലും പല രീതിയിലായിരിക്കും, പല സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് നടക്കുന്നത്. ഇറ്റ് കോൺസ്റ്റൻ്റ്ലി ഗോസ് ടു ചേഞ്ച് ആൻഡ് അഡോപ്റ്റ് ഇറ്റ് സെൽഫ് ടു ദ എൻവയോൺമെൻറ്റ്. ഇനി കൾച്ചർ ഇസ് ഐഡൻറ്റിറ്റി, കൾച്ചർ ഗിവ് us ഐഡൻറ്റിറ്റി. ഇഫ് എനിവൺ ഇസ് മുസ്ലിം ഓർ ഹിന്ദു ഓർ ബിലോങ്സ് ടു അനദർ റിലീജിയൻ,
that is identity of culture. Anyone belongs from Islamabad, Quetta, etc. That is the identity. So culture നമുക്ക് എന്ത് ചെയ്യും, ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ കൾച്ചർ, നമ്മൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ റിച്വൽസ്, അല്ലെങ്കിൽ മുസ്ലിംസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, 5 നേരം നിസ്കരിക്കുക. സോ അപ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് ഒരു ഐഡൻറ്റിറ്റി. ഹിന്ദുസ് ആണെങ്കിൽ സോ അവർ വർഷിപ്പ് ചെയ്യും, അല്ലെ, ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങും. സോ അതൊക്കെ എന്താണ് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. സോ അപ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് ഒരു ഐഡൻറ്റിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് കൾച്ചർ. ഈ കൾച്ചറിനെ തന്നെ 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെറ്റീരിയൽ കൾച്ചർ എന്നും നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നും ക്ലാസിഫൈ ചെയ്യാം. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്, ഫ്രം മെറ്റീരിയൽ കൾച്ചർ വി അണ്ടർസ്റ്റാൻഡ് മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ ഒബ്ജക്റ്റ്. സോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ടച്ചബിൾ ആയിട്ടുള്ള തിങ്സ്, നമുക്ക് ഫിസിക്കൽ ഒബ്ജക്റ്റുകളെ കാര്യമാണ് പറയുന്നത്. ഉദാഹരണം ഹൗസ്, നമ്മൾ കാലങ്ങളായിട്ട് കുടുംബ വീട്, തറവാട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, കാലങ്ങളായിട്ട് കൈമാറി വരുന്നത്. സോ അത് മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നതാണ്. For example, house, road, table, etc. The decoration of houses, clothes are also material. Whatever we wear, these all things are material culture, and these products are human efforts to control his environment and make his life comfortable and safe. So material culture എന്ന് പറയുന്നത് ടച്ചബിൾ തിങ്സിനെയാണ് നമ്മൾ പറയുന്നത് മെറ്റീരിയൽ കൾച്ചർ എന്ന്. അതിൽ വീട് വരാം, അങ്ങനെയുള്ള നമുക്ക് എന്തും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിസിക്കൽ ഒബ്ജക്റ്റുകളെ എല്ലാത്തിനും നമുക്ക് എന്തെന്ന് പറയാം, മെറ്റീരിയൽ കൾച്ചറിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ വീട് അലങ്കരിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ക്ലോത്തുകൾ വാങ്ങിക്കുന്നു, ഇതെല്ലാം മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നതാണ്. ഇനി അപ്പം നോൺ മെറ്റീരിയൽ കൾച്ചേഴ്സ് ഉണ്ടല്ലേ. ഇൻ നോൺ മെറ്റീരിയൽ കൾച്ചർ വി ഇൻക്ലൂഡ് നോൺ ടച്ചബിൾ തിങ്സ് ഓർ ദാറ്റ് വി ക്യാൻ ഫീൽ, തോട്ട് ബട്ട് നോട്ട് ടച്ചബിൾ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നോൺ ഫിസിക്കൽ ഒബ്ജക്റ്റ്. സോ അതായത് നോൺ ടച്ചബിൾ, നമുക്ക് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ നമുക്ക് തൊട്ട് നോക്കാനോ ഒന്നും പറ്റാത്തതാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ് നമ്മുടെ ഫീലിങ്സ്, തോട്ട്, നമ്മുടെ തിങ്കിങ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സോ ഇതൊക്കെയാണ് നമുക്ക് നോൺ മെറ്റീരിയൽ കൾച്ചറായിട്ട് പറയാം. ഉദാഹരണം religion, art, ideas, value system, attitude, etc. Another example is that if anyone is Muslim, that his culture. In Islamic culture, males are offered their prayer in mosque, but females are not allowed to offer their prayer in masjid. They offer their prayer in houses. That is non-material culture. This all examples are non-material culture. So non-material എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ട് വെക്കാൻ പറ്റില്ല, നോട്ട് ടച്ചബിൾ ആണ്. നോൺ ടച്ചബിൾ ആയിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യുന്ന, അത് റിലീജിയൻസ്, സോ മതപരമായിട്ട്, അല്ലെങ്കിൽ ആർട്ട്, മാർഷൽ ആർട്സ് ഒക്കെ ഇല്ലേ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചറിൽ. സോ മുസ്ലിംസ് ആണെങ്കിൽ എന്താണ്, മുസ്ലിംസിന് പുരുഷന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യും, പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. സോ അതുപോലെ സ്ത്രീകൾ വീട്ടിലാണ് നമസ്കരിക്കുക. സോ അതെന്താണ്, അത് അവരുടെ കൾച്ചറാണ്. സോ അത് പാസ് ചെയ്ത് വരുന്നത്. സോ അത് നോൺ ടച്ചബിൾ ആണ്, നോട്ട് ടച്ചബിൾ ആയിട്ടുള്ള കാര്യം, അതൊരു കൾച്ചറാണ്. സോ അതിനെയാണ് നമ്മൾ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി നേച്ചർ ഓഫ് കൾച്ചർ. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ പറയുന്നതേ ഉള്ളൂ. കൾച്ചർ ഇസ് എ ലേൺഡ് ബിഹേവിയർ. സോ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്, അല്ലാതെ നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതല്ല. എന്താണ്, നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. ഇറ്റ് ഈസ് ലേൺഡ് ത്രൂ എക്സ്പീരിയൻസ്, ഇമിറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, കൺസെപ്റ്റ്, തിങ്കിങ് ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ്. സോ ഇത്രയും പ്രോസസ്സിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് കൾച്ചർ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്തല്ല കൾച്ചർ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ കിട്ടിയെന്ന് വിചാരിച്ചാൽ പോലും ആ കുട്ടിക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ ആ കൾച്ചർ അവൻ എന്ത് ചെയ്യും, ഫോളോ ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ ആ കുട്ടി അത് എന്ത് ചെയ്യത്തില്ല, ആ കൾച്ചർ ഫോളോ ചെയ്യത്തില്ല. അച്ഛൻ്റെ കൾച്ചർ കുട്ടി ഫോളോ ചെയ്യത്തില്ല, അവൻ വേറെ ഏതെങ്കിലും ഒരു കൾച്ചർ സെലക്ട് ചെയ്യും. സോ അപ്പം ലേൺഡ് ബിഹേവിയർ ആണ്. സോ ഇവിടെ എന്തൊക്കെ, എങ്ങനെ, ഏതിലൊക്കെ ഇവിടെയാണ് പഠിക്കുന്നത്, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ഇമിറ്റേഷനിലൂടെ, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ് അനുസരിച്ച്, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ, നമ്മൾ മറ്റുള്ളവരുമായി നമ്മൾ ഇടപഴകുന്ന ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവരുടെ കൾച്ചർ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. അത് ഇൻഹെറിറ്റഡ് അല്ല. സോ ഒരു ലേൺഡ് ബിഹേവിയർ ആണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ ട്രാൻസ്മിറ്റഡ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഇതെന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് കമ്മ്യൂണിക്കേറ്റീവ് ആണ്. വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഈസ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ, വേറസ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ ഈസ് ഫ്രം വൺ ഗ്രൂപ്പ് ടു അനദർ ഗ്രൂപ്പ് വിത്തിൻ ദ സെയിം പീരീഡ്. സോ കൾച്ചറിനെ നമുക്ക് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലി എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. അതിൽ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, സോ ഒരേ കൾച്ചറിലുള്ള ആൾക്കാരുടെ തന്നെ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് കൊടുക്കുന്നു. സോ ഇങ്ങനെയുള്ളതിനെ നമുക്ക് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയാം. സോ അതേസമയം ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പിൻ്റെ കൾച്ചർ ഇങ്ങനെയായിരുന്നു. സോ പക്ഷേ അവർ മറ്റ് ആൾക്കാരെ കൾച്ചർ കണ്ടിട്ട് എന്ത് ചെയ്യാൻ നോക്കുന്നു, അതേസമയം അവരുടെ കൾച്ചർ എന്ത് ചെയ്യാൻ നോക്കുന്നു, അഡോപ്റ്റ് ചെയ്യാൻ നോക്കുന്നു. അതാണ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ. ആ ഗ്രൂപ്പിൻ്റെ
കൾച്ചർ അതല്ല. പക്ഷേ മറ്റു ഗ്രൂപ്പിൻ്റെ കൾച്ചർ കണ്ട് അവർ ഇഷ്ടപ്പെട്ട് അത് അഡോപ്റ്റ് ചെയ്യുന്നു. ആ സെയിം പീരീഡിൽ തന്നെ അവരത് അഡോപ്റ്റ് ചെയ്യാൻ നോക്കുന്നു. സോ അതിനെ നമുക്ക് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ എന്ന് പറയാം. ഇനി കൾച്ചർ സോഷ്യലാണ്, നോട്ട് ഇൻഡിവിജ്വൽ. ദ പാറ്റേൺ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ആക്ടിങ് ക്യാൻ ബി ഷെയർഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആൻഡ് കെപ്റ്റ് റിലേറ്റീവ്ലി യൂണിഫോം ത്രൂ ഗ്രൂപ്പ് പ്രഷേഴ്സ്. സോ കൾച്ചർ എന്ന് പറയുന്നത് സോഷ്യലാണ്, ഒരു ഇൻഡിവിജ്വലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാത്രമല്ല അവിടെ എന്താണ് അവിടെ ഒരു പാറ്റേൺ ഓഫ് തിങ്കിങ് ഉണ്ട്, അവരുടെ ഫീലിംഗ് ഉണ്ട്, ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. ഒരു സോഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് കൾച്ചർ എന്ന് പറയുന്നത്. ഇനി കൾച്ചർ പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രൊവൈഡ്സ് മീൻസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് അവർ നീഡ്സ് ആൻഡ് ഡിസയർ ടു ഫുൾഫിൽ ഗ്രൂപ്പ് ഫങ്ഷൻ. സോ നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസ് തരിക, അല്ലെങ്കിൽ ഒരു നമ്മുടെ നീഡ്സിന് എന്ത് ചെയ്യും സാറ്റിസ്ഫൈഡ് ചെയ്യാൻ നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസയേഴ്സിനെ ഫുൾഫിൽ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൾച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. കൾച്ചർ ഈസ് അഡാപ്റ്റീവ് ആണ്. ഇറ്റ് മേ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ആസ് എ മീൻസ് ഓഫ് അഡോപ്റ്റിംഗ് ഇൻസ്റ്റീഡ് ഓഫ് ഓൾട്ടറിങ് ദംസെൽഫ് ടു ദ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. സോ ഇത് അഡാപ്റ്റീവാണ്. നമ്മുടെ എൻവയോൺമെൻറ്റിലെ മാറ്റത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ഓൾട്ടർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ രീതി അച്ഛൻ്റെ കൾച്ചർ മോന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ അതുമായിട്ട് ആ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനെ കൾച്ചറിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ കൾച്ചർ എന്ന് പറയുന്നത് അഡാപ്റ്റീവാണ്. ഇനി കൾച്ചർ ഇസ് ഡൈനാമിക്കാണ്, സബ്ജക്റ്റഡ് ടു സ്ലോ ബട്ട് കോൺസ്റ്റൻറ്റ് ചേഞ്ച്. കൾച്ചർ റെസ്പോണ്ട് ടു ചേഞ്ചിങ് കണ്ടീഷൻ ഓഫ് വേൾഡ്. സോ ഡൈനാമിക്കാണ്, പെട്ടെന്ന് മാറുക എന്നല്ല, പതുക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേ ഇരിക്കും. എവറി സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ കൾച്ചർ. ഓരോ സൊസൈറ്റിക്കും അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ട്. കൾച്ചർ ഇസ് കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂസ് ആണ്, ക്യുമുലേറ്റീവ് ആണ്, അതുപോലെ ഇൻറ്റഗ്രേറ്റീവ് ആണ്. സോ മറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കൾച്ചർ ഞാൻ ഈ ഒരു കൾച്ചറെ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല അല്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മറ്റു കൾച്ചറിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റഗ്രേറ്റ്, നമ്മുടെ കൾച്ചറിനോട് കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റും, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നേച്ചർ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഫങ്ഷൻസ് സോ ബ്രോഡൻ ദ വിഷൻ ഓഫ് ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തികളുടെയും വിഷൻ എന്ത് ചെയ്യും, ബ്രോഡൻ ചെയ്യാൻ സഹായിക്കും. പ്രൊവൈഡ് ബിഹേവിയർ പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. കീപ് ദ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻടാക്ട്. മോൾഡ് നാഷണൽ ക്യാരക്ടർ. ഡിഫൈൻ മിത്ത്, ലെജൻഡ്, സൂപ്പർ നാച്ചുറൽ ബിലീഫ്സ്. ക്രിയേറ്റ് ന്യൂ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ഇസ് കമ്പോണൻറ്റ്സ് ഓഫ് കൾച്ചർ ആണ്. സോ കമ്പോണൻറ്റ്സ് ഓഫ് കൾച്ചറിനെ നമുക്ക് മെയിനായിട്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ, ഫസ്റ്റ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് ഇസ് കോഗ്നിറ്റീവ്, തേർഡ് ഇസ് ബിഹേവിയറൽ ആൻഡ് ഫോർത്ത് ഇസ് മെറ്റീരിയൽ. ഇത്രയുമാണ് കമ്പോണൻറ്റ്സ് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്. സോ അതിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് ലാംഗ്വേജ്, സിമ്പിൾസ് ഒക്കെ. സോ ഇനി കോഗ്നിറ്റീവിൽ വരുന്നതാണ് ഐഡിയാസ്, നോളജ്, ബിലീവ്, വാല്യൂസ്, അക്കൗണ്ട്. സോ ഇതെല്ലാം കോഗ്നിറ്റീവ് കമ്പോണൻറ്റ്സ് ഓഫ് കൾച്ചറാണ്. ഇനി ബിഹേവിയറൽ കമ്പോണൻറ്റ്സ് ഓഫ് കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൽ നോംസ് വരും, മോസ് വരും, ലോസ്, ഫോക്ക് വേസ്, റിച്വൽസ്. സോ ഇതെല്ലാം ബിഹേവിയറിലാണ്. സോ ഇനി മെറ്റീരിയൽ വരുമ്പം ടൂൾസ്, മെഡിസിൻ, ബുക്സ്, ട്രാൻസ്പോർട്ടേഷൻ, ടെക്നോളജി. സോ ഇതെല്ലാം മെറ്റീരിയൽ കമ്പോണൻറ്റ്സ് ഓഫ് കൾച്ചറിൽ വരുന്നതാണ്. ഇനി നമുക്ക് അതിൽ ഓരോന്നും നോക്കാം. കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് ലാംഗ്വേജും സിമ്പിൾസും. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഫോംസ് ദ കോർ ഓഫ് ഓൾ കൾച്ചർ. സോ എല്ലാ കൾച്ചറിൻ്റെയും കോർ ഫോം എന്ന് പറയുന്നത് ലാംഗ്വേജസ്. പല കാര്യങ്ങളും നമ്മൾ എന്താണ് സംസാരത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലൂടെയാണ് പല കൾച്ചറും പോകുന്നത്. വെൻ പീപ്പിൾ ഷെയർ എ ലാംഗ്വേജ് ദേ ഷെയർ എ കണ്ടൻസ്ഡ് വെരി ഫ്ലെക്സിബിൾ സെറ്റ് ഓഫ് സിമ്പിൾസ് ഓർ മീനിങ് ദാറ്റ് മേക്സ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ. സോ ഒരു ലാംഗ്വേജ് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്താണ് അവരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ സിമ്പിൾസിന് എന്ത് ചെയ്യും, ഒരു ഫ്ലെക്സിബിളായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. ലാംഗ്വേജ് നമ്മുടെ ഭാഷയിലൂടെയാണ് നമ്മുടെ ഒരു കാര്യം മറ്റൊരാളെ അറിയിക്കുന്നത്. Communication, the imparting of interchange of thought, opinion or information by speech, writing or signs. So നമുക്ക് നമ്മുടെ തോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ മറ്റുള്ളവരിൽ എത്തിക്കുന്ന ഏതിലൂടെയാണ്, നമ്മുടെ ലാംഗ്വേജസിലൂടെ. സോ അത് ചിലപ്പോൾ നമ്മൾ സ്പീച്ച് പറഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അത് എഴുതിയായിരിക്കാം, ചിലപ്പോൾ ചില സിമ്പിൾസിലൂടെ അല്ലെങ്കിൽ സയൻസിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. സോ അതിനുപയോഗിക്കുന്ന ഉപാധികളാണ് ലാംഗ്വേജും സിമ്പിൾസ്. So language എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് സിമ്പിൾസ് ദാറ്റ് എക്സ്പ്രസസ് ഐഡിയാസ് ആൻഡ് അലൗസ് പീപ്പിൾ ടു തിങ്ക് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ക്യാൻ ബി വെർബൽ ഓർ നോൺ വെർബൽ. ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, കുറേ സിമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുക, ഐഡിയാസ് എല്ലാം ആ സിമ്പിൾസ് അല്ലെങ്കിൽ ആ ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ്സിലൂടെ കുറേ കാര്യം മറ്റുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു, നമ്മുടെ തിങ്ക് എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് അവരെ അറിയിക്കുന്നു. സോ അതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വെർബലിയും പറയാം, നോൺ വെർബലായിട്ടും എന്ത് ചെയ്യാം, ലാംഗ്വേജ് പാസ് ചെയ്യാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
Symbols form the backbone of symbolic interaction. They condense very complex ideas and values into simple material form so that the very presence of the symbol evokes the signified ideas and values. A symbol is anything that carries a particular meaning recognized by people who share culture. So symbol എന്ന് പറയുന്നത് സിംബോളിക് ഇൻറ്ററാക്ഷൻസിൻ്റെ ബേസിക് ബാക്ക് എന്നാണ് പറയുന്നത്. സോ അതായത് എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഐഡിയാസ് അല്ലെങ്കിൽ വാല്യൂസ്, അതിന് നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പലിലൂടെ അല്ലെങ്കിൽ ഒരു പിക്ചറിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നു, സിംബോളിക്കലി അവരിൽ ആ ഒരു മീനിങ് എത്തിക്കാൻ നോക്കുന്നു. ഒരു സിമ്പൽ എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ക്യാരീസ് എ പർട്ടിക്കുലർ മീനിങ്, എന്തെങ്കിലും ഒരു മീനിങ് ക്യാരി ചെയ്യുന്ന ഇതിനെ നമുക്ക് എന്താ പറയുക, ഒരു സിമ്പൽ എന്ന് പറയാം. സോ റെക്കഗ്നൈസ്ഡ് ബൈ പീപ്പിൾ ഹൂ ഷെയർ കൾച്ചർ. സോ ഒരു സെയിം കൾച്ചറിലുള്ള ആൾക്കാർ റെക്കഗ്നൈസ് തിരിച്ചറിയപ്പെടുന്നു. സോ ഇന്ത്യയുടെ ഫ്ലാഗ്, ഫ്ലാഗ് കണ്ടാൽ നമുക്ക് ആ ഫ്ലാഗിൻ്റെ സിമ്പൽ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലേ. സോ ഇത് ഇന്ത്യയുടെ സിമ്പൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലാഗാണ്. ഇതിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഈ സിമ്പിൾസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി കോഗ്നിറ്റീവ് കമ്പോണൻസ് ആണ്. ഐഡിയ, നോളജ്, ബിലീഫ്. ഐഡിയാസ് ആർ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ. സോ ഐഡിയാസ് എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ കൺസെപ്റ്റ്സ് വരാം, കാറ്റഗറീസ് വരാം, മെറ്റഫേഴ്സ്, അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഐഡിയാസ് എന്ന് പറയുന്നത് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ആണ്. യൂസ്ഡ് ടു ഓർഗനൈസ് സ്റ്റിമുലസ്. ദസ് ദേ ആർ ദ ബേസിക് യൂണിറ്റ് ഔട്ട് ഓഫ് വിച്ച് നോളജ് ഇസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് എ വേർഡ് എമർജസ്. സോ ഐഡിയാസിലൂടെയാണ് നമ്മുടെ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സോ ബേസിക് യൂണിറ്റ് ഔട്ട് ഓഫ് നോളജ്, നമ്മൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഐഡിയാസാണ്. സോ ഐഡിയാസിലൂടെ ഓരോ വാക്കുകളും എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ള ഐഡിയാസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും അല്ലെങ്കിൽ നോളജ് എമർജ് ചെയ്യുക, അല്ലെങ്കിൽ പല വേർഡുകളും എമർജ് ചെയ്യുന്നത്. സോ നോളജ് എന്ന് പറയുന്നത് സ്റ്റോർ ഹൗസ് ആണ്. സോ ഐഡിയാസ് എന്ന് പറയുന്നത് അവിടെ പല കാര്യങ്ങളും, പല കൺസെപ്റ്റുകളും, പല കാറ്റഗറീസും മെറ്റഫേഴ്സും എല്ലാം അടങ്ങുന്നതാണ് ഐഡിയാസ് എന്ന് പറയുന്നത്. പക്ഷേ നോളജ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കിട്ടിയ ഐഡിയാസ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോർ ഹൗസ് ആണ് നോളജ് എന്ന് പറയുന്നത്. വേർ വി അക്യുമുലേറ്റ് റെപ്രസെൻറ്റേഷൻ, ഇൻഫർമേഷൻ, ഫാക്റ്റ്, അസംഷൻ. സോ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കും. സോ അതിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. ഇനി വാല്യൂസ് ആർ ഡിഫൈൻഡ് ആസ് കൾച്ചറലി ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിസൈറബിലിറ്റി, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി വിച്ച് സെർവ് ആസ് എ ബ്രോഡ് ഗൈഡ് ലൈൻ ഫോർ സോഷ്യൽ ലിവിംഗ്. ദ വാല്യൂ പീപ്പിൾ ഹോൾഡ് വേരി ടു സം ഡിഗ്രി ബൈ ഏജ്, സെക്സ്, റേസ്, എത്നിസിറ്റി, റിലീജിയൻ ആൻഡ് സോഷ്യൽ ക്ലാസ്. വാല്യൂസ് എന്ന് പറയുന്നത് കൾച്ചറലി ഡിഫൈൻഡ് ചെയ്ത സ്റ്റാൻഡേർഡ് ഓഫ് ഡിസൈറബിലിറ്റി, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി. സോ നല്ലത്, വാല്യൂസ് എന്ന് പറയുന്നത് ഒരു കൾച്ചറിലുള്ള ആൾക്കാരുടെ വാല്യൂ ആയിരിക്കത്തില്ല മറ്റുള്ള കൾച്ചറിൽ. സോ ഇതൊരു ബ്രോഡറായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. സോ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കുന്നതിന് വേണ്ട, നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഭംഗി കൂട്ടുന്ന കുറേ കാര്യങ്ങൾ, ഗുഡ്നെസ് അല്ലെങ്കിൽ നല്ലത് നൽകുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. സോ അത് ഓരോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകാരുടെയും വാല്യൂസ്, അല്ലെങ്കിൽ ഓരോ സെക്സിലുള്ള അല്ലെങ്കിൽ ഓരോ റേസിലുള്ള ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെയും വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലുള്ളവരെ വാല്യൂ ആയിരിക്കത്തില്ല മറ്റുള്ളവർക്ക്. സോ അത് ഡിഫറെൻറ്റ് വേരി ചെയ്തിരിക്കും. സോ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഹൗ പീപ്പിൾ യൂസ് ദാറ്റ് കോമൺ ലാംഗ്വേജ് ടു എക്സ്പ്ലെയിൻ, ജസ്റ്റിഫൈ, റാഷണലൈസ്, എക്സ്ക്യൂസ് ഓർ ലെജിറ്റിമേറ്റ് അവർ ബിഹേവിയർ ടു ദംസെൽഫ് ആൻഡ് അതേഴ്സ്. സോ നമുക്ക് ഈ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഈ രീതിയിലൂടെയാണ്, കോമൺ ലാംഗ്വേജിലൂടെയാണ്, ഈ കോമൺ ലാംഗ്വേജിലൂടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ബിഹേവിയറിനെ എന്ത് ചെയ്യും, ജസ്റ്റിഫൈ ചെയ്യും. ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ, അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞത്. സോ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എന്ത് ചെയ്യാൻ തുടങ്ങും, എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി ബിഹേവിയറൽ കമ്പോണൻസ് ആണ് നോംസ് എന്ന് പറയുന്നത്. നോംസ് എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ബൈ വിച്ച് എ സൊസൈറ്റി ഗൈഡ്സ് ദ ബിഹേവിയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. സോ ഒരു ഗ്രൂപ്പിൽ ഒരു നോം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് എന്താണ്, ആ ഒരു കോമൺ ആയിട്ട് ഉള്ള ആൾക്കാർക്ക് അവരുടെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഒരു റൂൾസ് ഉണ്ട്. സോ അതിനാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. സോ ഇപ്പം മുസ്ലിം ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇത്ര ദിവസം ഇങ്ങനെ ചെയ്യണം. സോ അത് ആ ഒരു ഗ്രൂപ്പിൻ്റെ എന്താണ്, നോംസാണ്. സോ അവിടെയുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയറാണിത്. സോ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോംസ് എന്ന് പറയുന്നത്. സോ ഇനി ചില ഗോത്രവർഗ്ഗക്കാർ, സോ അവർക്ക് ഇങ്ങനെ ഒരു റിച്വൽസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറിമണി ചെയ്യണമെന്നുണ്ട്. സോ അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഈ ഒരു സമയങ്ങളിൽ ഇത് ചെയ്യണം എന്നുള്ളത് ആ ഒരു ഗ്രൂപ്പിൻ്റെ നോമാണ്. സോ അപ്പോൾ അവിടെ ആ ഗ്രൂപ്പിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ബിഹേവിയറിനെയാണ് നോംസ് എന്ന് പറയുന്നത്. Norms are standards that define the obligatory and expected behavior of people in various situations.
സോ നോംസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സിറ്റുവേഷനിൽ അവർ ചെയ്യാൻ പറ്റുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയറുണ്ട്, ചെയ്യാത്തതുണ്ട്, ഒബ്ലിഗേറ്ററി, അത് എന്തൊക്കെ ചെയ്തുകൂടാ, ഈ ഒരു ബിഹേവിയർ അല്ല, ഈ ബിഹേവിയർ ചെയ്തുകൂടാ. സോ അങ്ങനെയുള്ളൊരു സ്റ്റാൻഡേർഡ്, സോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. നോംസ് ആർ റൂൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ബൈ വിച്ച് സൊസൈറ്റി ഗൈഡ് ദ ബിഹേവിയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. സോ ഒരു സൊസൈറ്റിയിൽ ഒരു സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, ഒരു റൂൾ അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ വയ്ക്കുക, ഈ ഒരു ഗ്രൂപ്പിലുള്ള വ്യക്തി ഇങ്ങനെ ചെയ്യണം. സോ എന്ത് ചെയ്യും, അപ്പം അവരുടെ ബിഹേവിയറിൽ സൊസൈറ്റി കൊടുക്കുന്ന ഒരു കൺട്രോൾ അല്ലെങ്കിൽ റൂളാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ വയ്ക്കുക, ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ളവർ ഇത് ചെയ്യണം. സോ ഇതിനാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. സെറ്റ് ലിമിറ്റ്സ് വിത്തിൻ വിച്ച് ഇൻഡിവിജ്വൽ may seek alternative or ways to achieve goal. ഇനി നോംസിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ അതിൽ വരുന്നതാണ് മോർസ്. മോർസ് എന്ന് പറഞ്ഞാൽ ഫോക്ക് വൈസ് വിത്ത് എത്തിക്കൽ ആൻഡ് മോറൽ സിഗ്നിഫിക്കൻസ് സ്ട്രോങ്ലി ഹെൽഡ് ആൻഡ് എംഫസൈസ്. ദിസ് ഇൻക്ലൂഡ് റെസ്പെക്ട് ഫോർ അതോറിറ്റി, മാരേജ് ആൻഡ് സെക്സ്, ബിഹേവിയർ പാറ്റേൺ, റിലീജിയസ് റിച്വൽസ് ആൻഡ് അതർ ബേസിക് കോഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്. സോ മോർസ് എന്ന് പറയുന്നത് ആചാരങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ നാട്ടുനടപ്പുകളെന്ന് പറയും, അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളെന്നൊക്കെ പറയത്തില്ലേ. സോ അതിനാണ്. ഫോക്ക് വേസ് എന്ന് പറയുന്നത് നാടോടികൾ. സോ നാടോടി അങ്ങനെ തനതായെന്നൊക്കെ പറയുന്നൊരു ടേമാണ്. സോ ഇതെന്ന് പറയുന്നത് മോർസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എത്തിക്കൽ അല്ലെങ്കിൽ മൊറാലിറ്റി ഉണ്ടായിരിക്കും. സോ ശരി ഏതാണ്, തെറ്റ് ഏതാണ്, ഇപ്പോൾ കല്യാണം കഴിക്കുന്നു, സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ശരികൾ, തെറ്റുകൾ, സോ മോറൽ വാല്യൂസ്, സോ അതിനൊക്കെയാണ് നമ്മൾ മോർസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫോക്ക് വേസ് വിത്ത് എത്തിക്കൽ ആൻഡ് മോറൽ സിഗ്നിഫിക്കൻസ്. സോ എത്തിക്കലായിരിക്കും, വാട്ട് ഇസ് റൈറ്റ് ആൻഡ് റോങ്, സോ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ്, ഇത് ചെയ്യുന്നത് ശരിയാണോ, ഇത് ചെയ്യുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ മോറൽ സിഗ്നിഫിക്കൻസ് ഉള്ളതായിരിക്കും, റൈറ്റ് ആൻഡ് റോങ് ഏതാണെന്നുള്ള കാര്യം. സോ ഇതെല്ലാം എംഫസൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോർസ് എന്ന് പറയുന്നത്. എന്ത് കാര്യം എടുത്താലും അവിടെ എന്താണ്, നമ്മൾ ആചാരങ്ങൾ എടുത്താൽ പോലും അവിടെ മോർസ്, എത്തിക്കൽ വാല്യൂസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ മോർസ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ വരാം, ഇൻക്ലൂഡ് റെസ്പെക്ട് ഫോർ അതോറിറ്റി, ഒരു മുതിർന്ന ആൾക്കാരെ കണ്ടാൽ നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ അവരെങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ മാരേജിൽ കുറേ മൊറാലിറ്റികൾ കാണും. അതുപോലെ സെക്സ് ബിഹേവിയർ പാറ്റേണിൽ എങ്ങനെയാണ്, അതുപോലെ റിലീജിയസ് റിച്വൽസ്, സോ ആൻഡ് അതർ ബേസിക് കോഡ്സ്. സോ ബാക്കി എല്ലാ ഹ്യൂമൻ ബിഹേവിയറിലും ഉള്ള മൊറാലിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോർസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലോസ് നിയമങ്ങൾ. സോ അത് നമുക്കറിയാം. എൻഫോഴ്സ്ഡ് ബൈ സ്പെഷ്യൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, എൻഫോഴ്സിങ് ഏജൻസീസ് ആർ പോലീസ്, കോർട്സ്, റെഗുലേറ്റ് പീപ്പിൾ ബിഹേവിയർ ഓർ കണ്ടക്ട്. സോ ലോസിലൂടെ എന്ത് ചെയ്യും, പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിലൂടെ അല്ലെങ്കിൽ നിയമങ്ങളിലൂടെ പല നമ്മുടെ ബിഹേവിയറിനെ എന്ത് ചെയ്യാൻ നോക്കും, ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്, ആ തെറ്റ് ചെയ്യാത്ത നിയമമുണ്ട്, നിയമം വഴി ശിക്ഷിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇനി അടുത്ത ഫോക്ക് വേസ് എന്ന് പറഞ്ഞാൽ നാടോടി എന്നുള്ളൊരു മീനിങ് ആണ്. ഇതെന്ന് പറയും, ഫോക്ക് വേസ് എന്ന് പറയുന്നത് ബിഹേവിയർ പാറ്റേൺസ് ഓഫ് സൊസൈറ്റി വിച്ച് ആർ ഓർഗനൈസ്ഡ് ആൻഡ് റിപ്പിറ്റേറ്റീവ്. ദ കീ ഫീച്ചർ ഇസ് നോ സ്ട്രോങ് ഫീലിംഗ് ഓഫ് റൈറ്റ് ഓർ റോങ് അറ്റാച്ച്ഡ് ടു ദം. സോ മോർസിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എത്തിക്കലായിരിക്കും, അവിടെ മോറൽ വാല്യൂസ് ഉണ്ടായിരിക്കും. സോ ഒരു സ്ട്രോങ് ഫീലിംഗ് ഒക്കെ. പക്ഷേ ഫോക്ക് വേസ് എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ ഫീലിംഗ് ഒന്നുമില്ല. അവരെന്ത് ചെയ്യും, ആ ഒരു ബിഹേവിയർ പാറ്റേൺ ആ സൊസൈറ്റിയിൽ റിപ്പീറ്റ് ചെയ്ത് അവരിങ്ങനെയാണ്. നമ്മൾ നാടോടി നൃത്തം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണത്തില്ല. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് അത് ശരിയേതാ തെറ്റേതാണെന്നൊന്നും അറിയത്തില്ല. അവരത് എന്ത് ചെയ്യും, തനതായ രീതിയിൽ അവരുടെ രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്ത് റിപ്പീറ്റിവിറ്റി ചെയ്തു പോകും. സോ അതിനെയാണ് നമ്മൾ ഫോക്ക് വേസ് എന്ന് പറയുന്നത്. ആർ ബിഹേവിയർ പാറ്റേൺസ് ഓഫ് സൊസൈറ്റി വിച്ച് ആർ ഓർഗനൈസ്ഡ് ആൻഡ് റിപ്പീറ്റേറ്റീവ്. സോ ഒരു സൊസൈറ്റിയിൽ ഉള്ള ആൾക്കാരുടെ ബിഹേവിയർ പാറ്റേൺ അത് ഓർഗനൈസ്ഡ് ആയിരിക്കും, റിപ്പീറ്റീവ്. അവരതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ നാടോടികളുടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ട്രൈബൽ ഏരിയാസിൽ നോക്കിയാൽ കാണാമല്ലേ, അവർ ഒരു സ്പെസിഫിക് ഒരു പാറ്റേൺ ഉണ്ട്. സോ ഓർഗനൈസ്ഡ് ആയിരിക്കും അവർ റിപ്പീറ്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കും, അവർ കണ്ടിന്യൂസ് ആയിട്ട്. ദ കീ ഫീച്ചർ ഇസ് സ്ട്രോങ് ഫീലിംഗ് ഓഫ് റൈറ്റ് ഓർ റോങ് അറ്റാച്ച്ഡ് ടു ദം. സോ അതിൽ ശരി തെറ്റ് ഒന്നും വരത്തില്ല, എത്തിക്കലൊന്നും വരത്തില്ല. അങ്ങനെ എത്തിക്കൽ വരുന്നതാണ് മോർസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫോക്ക് വേസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് വില്യം ഗ്രഹാം സംനർ ആണ്. So folk ways are the behavior pattern of society which are organized and repetitive. Folk ways are commonly known as customs. So customs എന്ന് അറിയപ്പെടുന്നതും എന്താണ്, കസ്റ്റംസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഫോക്ക് വേസിനെയാണ്. കസ്റ്റംസ് എന്ന് പറയുന്നത് നാടോടികൾ എന്നൊക്കെ പറയുന്ന ഫോക്ക് വേസിനെ കോമൺലി അറിയപ്പെടുന്നത് കസ്റ്റംസ് എന്നാണ്.
Rituals, these are highly scripted ceremonies or strips of interaction that follow a specific sequence of actions. സോ ഇത് ഹൈലി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സെറമണീസ് ആണ്. സോ കീഴ്വഴക്കങ്ങൾ, പല പല ആചാരങ്ങളുണ്ട്. സോ അതാണ് റിച്വൽസ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. സോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.